വൈകിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദർശേട്ടൻ ബീച്ചിൽ പോകാന്ന് പറഞ്ഞു. അപ്പോൾ കേട്ട പാടെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയിട്ടാ. ജോലി കഴിഞ്ഞ് വന്നാൽ നേരെ പ്രാക്ടീസിന് പോകും. അത് കാരണമായിട്ട് അമ്മ ഇല്ലാത്ത. പിന്നെ ഞാനും ആദർശേട്ടൻ അതുകൊണ്ട് ബൈക്ക് എടുത്തിട്ട് പോകും. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ അവിടെ നിറച്ചിങ്ങനെ ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഓൺ ആക്കിയിട്ടില്ല. ഇത് ന്യൂ ഇയറിന് ഇട്ടതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. ബീച്ചിലൂടെ ഇങ്ങനെ തേരാപ്പാര നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെ പായും പുതപ്പൊക്കെ വിരിച്ചിട്ട് ആൾക്കാർ കിടന്നുറങ്ങുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി. കാരണം നമുക്കിപ്പോൾ നോൽമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം തിരക്ക് നോക്കി നിന്നു. പിന്നെ ഇതാ നമ്മൾ പഴംപൊരി കഴിക്കാൻ പറഞ്ഞു. ആദർശേൻ്റെ ഫേവറേറ്റ് ആണ് കല്ലുമ്മക്കായ. അതൊന്നും കഴിക്കാൻ പറ്റാത്ത വിഷമം ആദർശേനുണ്ട്. പിന്നെ നമ്മളതൊരു പഴംപൊരിയൊക്കെ വാങ്ങിച്ചു. കടയിൽ ചേട്ടൻ്റെ ഒരേ നിർബന്ധം മക്കളെ കല്ലുമ്മക്കായ എടുക്കട്ടെ വെച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് നോലുമ്പാണ് ചേട്ടാ വേണ്ടാന്ന്. പിന്നെ പഴംപൊരി വാങ്ങിച്ച് ഞങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. കോളിഫ്ലവർ ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഈ സമയത്തൊന്നും കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആദർശേട്ടൻ്റെ ഒരു പഴംപൊരിയുടെ ചെറിയ പീസ് ഞാൻ കടിച്ചു. പിന്നെ ഇതാ നമ്മളിങ്ങനെ കടലിങ്ങനെ നോക്കി നടക്കുകയായിട്ട് ലാസ്റ്റ് നമ്മൾ സ്ഥലത്ത് ഇരിക്കാന്ന് വിചാരിച്ചു. നല്ല രസമായിട്ട് അങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല കാറ്റും. പിന്നെ ഞങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചിലക്ക് പറഞ്ഞ് അങ്ങനെ ഇരിക്കും. പിന്നെ ആദർശമായിട്ട് എനിക്ക് കപ്പലാണ്ടി വാങ്ങിച്ചു തന്നു. പിന്നെ അതൊക്കെ ഇങ്ങനെ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു ഇതാണ്. കൂടുതൽ മുസ്ലിംസാണ് ഞാൻ കണ്ടത്. ഇവിടെ ഇങ്ങനെ ഫാമിലീസ് ആയിട്ട് വന്നിരുന്നിട്ട് ഇവർ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് കുറേ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെയാണ് പിന്നെയും വീട്ടിലൊക്കെ ഇരിക്കണേ. എൻ്റെ വീട്ടിൽ വെച്ചാൽ പ്രത്യേകിച്ച് തീരെ പുറത്തേക്ക് പോവില്ല കേട്ടോ. പിന്നെ ഇത് ആദർശമായിട്ടേക്ക് മറ്റേ ഫ്രൂട്ട്സിൻ്റെ ഒരു സംഭവമൊക്കെ വാങ്ങിച്ചു. അതിൽ കുറേ മറ്റേ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, ആ സംഭവമൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു. അങ്ങനെ നിന്ന് കാല് കടഞ്ഞപ്പോൾ ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി ഒരു സ്പേസ് കണ്ടെത്തി. എന്നിട്ട് ഇതേ കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്നു കേട്ടോ. പിന്നെ ആദർശേട്ടൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ ഞാൻ ഒരു പപ്പായ എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകട്ടെ. എപ്പോഴും വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ കുറച്ചൊക്കെ പുറത്ത് പോയിട്ട് എൻജോയ് ചെയ്യണം ഗൈസ്. എന്നാലും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.